വരച്ചിരിക്കുന്ന അതേ അളവിൽ താഴെ വരാൻ വേണ്ടിയിട്ട്. അത് കാണുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. അതെൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് കേട്ടോ. കാർബൺ പേപ്പർ പല കളറിൽ കിട്ടും. വൈറ്റ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മറന്നുപോയതാണ്. മറന്നതല്ല, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ഇനി നമുക്കതിൻ്റെ ഷേപ്പും കൂടെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നെറ്റ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വെട്ടിയ അതേ അളവിൽ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ നെക്കാണ് കേട്ടോ അടയാളപ്പെടുത്തേണ്ടത്. ആ നെക്ക് ഞാൻ ബോട്ട് നെക്കാണ്, നമ്മൾ അതാണല്ലോ വേണ്ടത്, ബോട്ട് നെക്കാണല്ലോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3.5 ഇഞ്ച് അളവിൽ ബോട്ട് നെക്കിന് അടയാളപ്പെടുത്തുന്നുണ്ട്. ലെങ്ത്ത് ഒരു 4 ഇഞ്ചിലും അടയാളപ്പെടുത്തുന്നുണ്ട്. അതിനൊന്ന് ബോക്സ് ആക്കിയിട്ട് ബോട്ട് നെക്കാക്കി വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നിവർത്തുമ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഉള്ളിലുള്ള ക്ലോത്ത് ഇങ്ങനെ വരും. നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, നെക്ക് വരച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഉള്ളിൽ വരച്ചിരിക്കുന്നത് നമ്മൾ നോർമൽ നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുമല്ലോ, അതേപോലെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ചെയ്യും. ഇപ്പോൾ ഇത് ഞാൻ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ബോട്ട് നെക്കിൽ പൈപ്പിംഗ് വെക്കുന്നുണ്ട് നെറ്റിൽ. അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസും ത്രെഡുമാണ് കേട്ടോ, പൈപ്പിംഗ് ത്രെഡ്. ഇത് നമുക്ക് ഈ വെട്ടി വെച്ചിരിക്കുന്ന ക്രോസ് പീസ് നമുക്ക് ഈ നെറ്റിലോട്ട് അറ്റാച്ച് ചെയ്യണം. അതൊക്കെ ക്രോസ് പീസ് കട്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അത് കട്ട് ചെയ്തെടുക്കുക. അതിനെ നോർമലി നമ്മൾ നെക്കിന് പീസ് വെക്കുന്നത് പോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ, പതിച്ചടിച്ചു കൊടുക്കുക. ഈ അടിച്ചതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ത്രെഡ് വെച്ച് കൊടുക്കുന്നത്. ത്രെഡ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിരിച്ചടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ടിലും ചെയ്യാം കേട്ടോ. സിംഗിൾ ഫ്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക, ഒന്നുകൂടെ ഫിനിഷിങ് കിട്ടും. ഇതിപ്പം ഞാൻ അത് അഴിച്ച് മാറ്റാനുള്ളൊരു മടി കാരണം അത് തന്നെ വെച്ചിട്ട് തയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരിക. അതൊന്ന് അയൺ ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ വൃത്തിയായിട്ട് കിട്ടുക. അപ്പോൾ ഇതാ ഉള്ളിൽ നമ്മൾ സാധാരണ ക്യാൻവാസ് വെച്ച് നമ്മൾ നെക്ക് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ ഉള്ളിലെ ക്ലോത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഈ നെറ്റിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നെക്ക് വരയ്ക്കാം, ചെയ്യാം കേട്ടോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് തന്നെ കിട്ടും കേട്ടോ. അത് നമുക്കൊക്കെ സ്ലീവിൻ്റെ അറ്റത്തും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ.